ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സിസി ക്രാഫ്റ്റ് ബൈ നേച്ചി കമർ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പ്രീവിയസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊതുവേ ബോക്സിൻ്റെയും കാര്യങ്ങളൊക്കെ സൈസൊക്കെ പറയൽ വളരെ കുറവാണ്. എന്തെന്ന് വെച്ചാൽ ഞാൻ സൈസ് എടുത്തിട്ട് അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കറക്റ്റായി റെക്കോർഡൊക്കെ ചെയ്തായിരുന്നു. സിനിമാറ്റിക് മോഡിലായിരുന്നു റെക്കോർഡ് ചെയ്തത്. കാണുന്നുണ്ടല്ലോ, അടിപൊളിയായിട്ട് റെക്കോർഡായിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ബ്ലറായി പോയിട്ടോ. അപ്പോൾ ഞാൻ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു വാച്ച് വെച്ചിട്ടാണ് കസ്റ്റമർ നിങ്ങളോട് ഹാമ്പർ ചെയ്യാൻ പറഞ്ഞതെങ്കിൽ ജസ്റ്റ് ആ ഒരു ഫോം ബോർഡിലേക്ക് ആ ഒരു വാച്ച് വെച്ചിട്ട് ആ ഒരു വാച്ച് എത്ര സൈസ് ഉണ്ട് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 8 ആണ് അതിൻ്റെ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് വരുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ ത്രിബിൾ ആയിട്ടുള്ള സൈസ് എടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 8 ആണെങ്കിൽ 8 × 3 24. അപ്പോൾ അങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്ക് 24 ലെങ്ത്തും വിഡ്ത്തും വരുന്ന ഒരു സ്ക്വയർ ഫസ്റ്റ് തന്നെ നമുക്ക് വരച്ചു കൊടുക്കാം. പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടത്തുള്ളൂ. അതിനുശേഷം നമുക്ക് സെൻറ്ററിലേക്ക് നേരെ അതിൻ്റെ സെൻറ്ററിലേക്ക്, അപ്പോൾ 8 എന്ന് പറയുമ്പം 4 വരുന്നിടത്തേക്ക് നമുക്ക് സെൻറ്ററിലായിട്ട് ഒരു ലൈൻ കൊടുക്കുക. അത് കുറച്ചുകൂടി നമുക്ക് ഈസി ആയിരിക്കും പെട്ടെന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ നമുക്ക് പിന്നെ അതിനെ 3 സെപ്പറേറ്റ് ഡിവിഷൻ ആക്കിയിട്ട് അതുപോലെ പിന്നെയും ലൈൻ കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഇതിൽ നോക്കുമ്പോൾ മനസ്സിലാവും ഞാനിപ്പം എവിടെയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുള്ള സൈസാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ എന്തൊക്കെ ഐറ്റംസ് വെക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള സൈസ്, അതിൻ്റെ ത്രിബിളായിട്ടുള്ള സൈസ് എടുക്കാൻ നോക്കാം. അതിനുശേഷം ഇതൊക്കെ ഒന്ന് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. നമുക്കിങ്ങനെ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജോയിൻ ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പോർഷൻ കട്ട് എടുത്തതിന് ശേഷം നമുക്ക് രണ്ടാമത് ജസ്റ്റ് ഫോം ബോർഡിലേക്ക് ഈ ഒരു കട്ട് ചെയ്ത പീസ് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പക്ഷേ ഇതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് അങ്ങനെ തന്നെ കാണിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് രണ്ടാമത്തെ ആ ഒരു പോർഷൻ കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്കിനി സൈഡിലേക്കുള്ള പോർഷനാണ് വേണ്ടത്. അപ്പം ഞാനിതിൽ ജസ്റ്റ് സൈസ് നോക്കിയിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരിക്കലും സൈസ് നോക്കിയിട്ട് ചെയ്യരുത്.
എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സൈസ് നോക്കിയിട്ട് ചെയ്താൽ ഈ ഒരു ഹാമ്പറിലേക്ക് അത് കറക്റ്റ് ഫിറ്റ് ആയിരിക്കില്ല. അപ്പോൾ എന്താക്കാന്ന് വെച്ചാൽ നമ്മൾ ആ ഫസ്റ്റ് ചെയ്ത് വെച്ച ആ ഒരു ലവ് ഷേപ്പ് ഉണ്ടല്ലോ, അത് ഓരോ സൈഡിലേക്കും വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നമ്മൾക്ക് അങ്ങനെ ഒരു കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനൊരു 3-4 ബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കുറച്ചൊരു ഈസിയസ്റ്റ് മെത്തേഡായിട്ട് തോന്നിയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ആ ഒരു ഓരോ പോർഷനും വെച്ചിട്ട് നമുക്ക് എത്ര ഹൈറ്റിൽ വേണമെന്ന് വെച്ചാൽ ആ ഒരു ഹൈറ്റിനനുസരിച്ചിട്ട് ആ ഒരു ടൈം തന്നെ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പം എല്ലാവർക്കും അറിയാം ഫോം ബോർഡ് നമ്മൾ ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ എന്തായാലും സൈഡിൽ ചിലപ്പം ചെറിയൊരു ഗ്യാപ്പും ചെറിയൊരു ഫിനിഷിങ് കുറവൊക്കെ തോന്നാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ ചെറിയ ആവശ്യമില്ലാത്ത പീസൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ നോക്കുക. അപ്പം എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ തന്നെ ഫ്ലെക്സ് ക്യൂക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിതിപ്പം കൊറിയറൊക്കെ അയക്കുന്ന ടൈമിൽ നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക. നമ്മുടെ തെർമോക്കോളും ബബിൾ റാപ്പൊക്കെ വെച്ചിട്ട് തന്നെ പാക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നോട് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് കമൻസിലൂടെ ആണെങ്കിലും ഇൻസ്റ്റയിലൂടെ ആണെങ്കിലും ഒരുപാട് വീഡിയോ ചെയ്യാൻ പറയുന്നുണ്ട്. ഞാനൊക്കെ കാണുന്നുണ്ട്. ഇൻഷാല്ലാ എത്രയും പെട്ടെന്ന് തന്നെ ഞാനത് ചെയ്യാൻ നോക്കുന്നതാണ്. സ്റ്റോറേജും അതുപോലെ ടൈമിൻ്റെയും ചെറിയൊരു പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ഡിലേ ആവുന്നത്. എന്തായാലും ഇൻഷാല്ലാ എൻ്റെ മാക്സിമം ഞാൻ നോക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ട വീഡിയോസൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അത് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ പോർഷൻ എടുത്തിട്ട് ഇതുപോലെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് 4 സൈഡിലേക്കായിട്ട് മാസ്കിങ് ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡിലേക്ക് ഫ്ലെക്സ് ക്യൂക്ക് ആക്കി കൊടുക്കാൻ എന്തായാലും മറന്നു പോകരുത്.
ഇനി നമുക്കിത് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാറ്റേൺ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ്. പക്ഷെ അത് കുറച്ചുകൂടി ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. ഇതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് പണി തീരും. കുറച്ച് മടിയുള്ളവർക്കൊക്കെ ഇതായിരിക്കും ഏറ്റവും നല്ലത്. മടിയെന്ന് മാത്രമല്ല, നമുക്ക് കുറച്ചുകൂടി കൺവീനിയൻസ് ആയിട്ടുള്ളത് ഇതുതന്നെയാണ്. അപ്പോൾ നല്ല രീതിയിലൊന്ന് എല്ലാ സൈഡിലേക്കും സ്പ്രേ ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് എടുക്കുന്നതെന്നുള്ള കൂടി കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സെറ്റിംഗ് വീഡിയോ ആയിട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ജസ്റ്റ് ബിഗിനേഴ്സ് ആണെങ്കിൽ കുറച്ച് ഹെൽപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ ക്രാഫ്റ്റേഴ്സ് ആയിരിക്കും എന്തായാലും ഇത് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാലറ്റ് ചെറിയ റേറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റയിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. 350 ഫ്രീ ഷിപ്പിലാണ് ഞാൻ കൊടുക്കുന്നുള്ളത്. നിങ്ങൾ നല്ല ആക്റ്റീവ് റീസെല്ലേഴ്സ് ആണെങ്കിൽ അതിലും റേറ്റ് കുറച്ചിട്ട് തരുന്നതാണ്. അപ്പോൾ വേണ്ടവർ എന്തായാലും ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യൂ കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവും. ഒരുപാട് റിക്വസ്റ്റ് വന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇനിയും ഇൻഷാല്ല ഇതുപോലെ നല്ല നല്ല വീഡിയോസ് എന്തായാലും ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തായാലും നിങ്ങളൊന്ന് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ തന്നെ അതാത് ടൈമിൽ തന്നെ ഇൻഷാല്ല ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ തരുന്ന സപ്പോർട്ട് ഇൻഷാല്ല ഇനിയും എന്തായാലും തരാം. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് വെറൈറ്റി ഐഡിയാസും പിന്നെ വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻ്റെ ഇൻസ്റ്റ കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.